വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. സൺഡേയിൽ എങ്ങനെയാണ് എൻ്റെ സ്റ്റഡി റൊട്ടീൻ എന്നാണ് ഈ വീഡിയോയിൽ. സൺഡേ ഞാൻ പുതിയ ടോപ്പിക്കുകളൊന്നും എടുത്ത് പഠിക്കാറില്ല. ആ ഒരാഴ്ച പഠിച്ച ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് അത് റിവിഷൻ ചെയ്യാനാണ് ഞാൻ സാറ്റർഡേ സൺഡേ ഉപയോഗിക്കുന്നത്. ടോപ്പിക്ക് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഈ 3 ദിവസങ്ങൾ റിവിഷന് വേണ്ടി കൊടുക്കും. ഒരാഴ്ച കാലം നമ്മൾ വളരെ എഫേർട്ട് ഇട്ടൊരു ടോപ്പിക്ക് കവർ ചെയ്തിട്ട് നമ്മളൊരാഴ്ച അത് റിവിഷൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കാൻ സാധ്യതയില്ല. കാരണം നമ്മളിപ്പോൾ പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്, നമ്മൾ മുന്നേ അത് വായിച്ചിട്ടും ഇല്ല, അല്ലെങ്കിൽ 1-2 തവണയെ വായിച്ചിട്ടുള്ളെങ്കിൽ നമ്മളത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ മെമ്മറിയിൽ അത് സേവ് ആകും. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് കൂടുതലായിട്ട് മാത്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ചെയ്ത് നോക്കിയ മാത്സൊക്കെ ഞാൻ ഒന്നുകൂടി ആ ഏരിയയിലൂടെ കടന്നു പോയിട്ട് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ളതൊക്കെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാത്സൊക്കെ ഞാൻ ഒന്നുകൂടി ചെയ്ത് നോക്കി, എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാത്സൊക്കെ വർക്കൗട്ട് ചെയ്തിരുന്നാൽ നമുക്കത് ചെയ്യേണ്ട രീതികളും ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ പഠിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ പോയി ഒരു ചായ ഇട്ട് കുടിക്കും. എനിക്ക് ചായ കുടിക്കുമ്പോൾ കുറച്ചൊരു എനർജി കിട്ടുന്നൊരു ഫീലാണ്. അങ്ങനെയൊന്നും അല്ല, എന്നാലും എൻ്റെ ബ്രെയിനിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ടയർഡ്നെസ്സൊക്കെ തോന്നുമ്പോൾ ഞാൻ പോയിട്ടൊരു കടുപ്പത്തിലൊരു ചായ ഇട്ട് കുടിക്കുമ്പോൾ എനിക്കൊരു എനർജിയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഒന്നേന്ന് ആ ഒരു എനർജി കിട്ടിയ കണക്കാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഹോർമോണും കാര്യങ്ങളും ഇല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികൾ, ആ ഒരു ബയോളജി എന്നുള്ള ആ ഏരിയകളൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി ഇതൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാറുണ്ട്. അപ്പം ഞാനത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയിൽ ഞാൻ ആദ്യം ആ ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി 3, 4, 5, 6 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അതെല്ലാം കൂടി ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നീട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് മറന്നു പോകാതിരിക്കാൻ എല്ലാ ആഴ്ചയിലും ഞാൻ അതെടുത്ത് ജസ്റ്റ് വായിക്കും. വായിച്ച് വരുമ്പോൾ ഓരോ ആഴ്ചയിലും എനിക്കത് വായിക്കുമ്പോൾ ആദ്യം ഒരു 1 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ ആഴ്ച വായിക്കുമ്പോൾ എനിക്കതിന് അരമണിക്കൂർ മതി, പിന്നെ അതിന് 20 മിനിറ്റ് മതി, അത് കഴിയുമ്പോൾ 10 മിനിറ്റ്. അങ്ങനെ എനിക്കിപ്പോൾ നമ്മൾ ആ ഏരിയയിൽ എത്രത്തോളം ആഴത്തിൽ നമ്മൾ പഠിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ മെമ്മറിയിൽ ആ ടോപ്പിക്ക് ബൈ ഹാർട്ട് ആയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെയാണ് എനിക്ക് പാടായിട്ടുള്ള ഏരിയാസും ടോപ്പിക്കുകളും ഞാൻ എൻ്റെ വശത്തിന് ഞാനതിനെ മെരുക്കിയെടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് എൻ്റെ ആ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഞാൻ എഴുതിയിടും ഞാൻ ഏതൊക്കെ ടോപ്പിക്കാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചതെന്നും. അപ്പോൾ ആ ഏരിയാസിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഞാനതെടുത്ത് റിവിഷൻ ചെയ്യുന്നതിനനുസരിച്ച് ടിക്ക് ചെയ്ത് വിടും. അപ്പോൾ നമ്മൾ ഒരു ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ വെള്ളിയും ശനിയും ഞായറൊക്കെ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എഴുതി വെച്ച ആ എല്ലാ ടോപ്പിക്കുകളിലും ടിക്ക് വീണ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ പടിയായിട്ട് കയറി വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ പഠിച്ച ഏരിയയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അത് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നമുക്കെന്താണെന്നറിയില്ല, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നും. നമ്മൾ പഠിക്കുന്നത് എഫക്റ്റീവ് ആകുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് വേയിലൂടെ ആണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഇത് ദേവസ്വം ബോർഡിൻ്റെ 2 റാങ്ക് ഫയലാണ്. ഇത് ഞാൻ 2022 ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ PSC ഒന്നും പഠിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നത് കണ്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് പോയി എഴുതിയതാണ്. എല്ലാവരും എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചൊരു ബുക്കാണ് ഈ ദേവസ്വത്തിൻ്റെ ഈ 2 റാങ്ക് ഫയലുകൾ. അത്യാവശ്യം നല്ല റാങ്ക് ഫയലാട്ടോ 2 എണ്ണം. എനിക്ക് വായിക്കാനാണെങ്കിലും അതിൽ എഴുതിയേക്കുന്നതൊക്കെ പേപ്പർ വൈസ് പ്രിൻറ്റിങ് വൈസ് എല്ലാം നല്ലൊരു ബുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ PSCയുടെ റാങ്ക് ഫയൽ കൊടുത്തിരിക്കുന്ന പോലെ നമ്മുടെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ അതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാനിതൊന്ന് പൊടി തട്ടി എടുത്തു ഈ ബുക്ക്. എല്ലാം പഠിക്കുന്നവിടെ നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് 15 മാർക്കിന് എന്തോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പെഷ്യൽ ടോപ്പിക്കും കൂടി കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് നോക്കിപ്പോകാം. എക്സാമല്ലേ, ഒന്നും നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡിന് നമ്മുടെ PSCയെ ബേസ് ചെയ്തിട്ട് അത്രയും വേക്കൻസി ഒന്നുമില്ല. എന്നാലും നമ്മൾ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വഴി നമുക്ക് ജോലി കിട്ടണം, രക്ഷപ്പെടണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ വിട്ട് കളയരുത്. കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം ഉപയോഗിക്കണം. ഈ ആഴ്ചയിൽ ഞാൻ ഇംഗ്ലീഷും കൂടി അത്യാവശ്യം നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലും ഇംഗ്ലീഷിലും ആ ഒരു ഏരിയയിലും ഒന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്നൊക്കെ ആ ടോപ്പിക്കിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട്. ഇത് ഞാൻ അലങ്കരിച്ച് വെച്ചേക്കുന്നതൊന്നുമല്ല, സ്കെച്ച് പെൻ കൊണ്ട് അടയാളപ്പെടുത്തിയൊന്നും.
ഇങ്ങനെ ഞാൻ ചെയ്തു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഞാനിപ്പോൾ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിൽ എന്താ പോർഷൻ 1, 2, 3 അങ്ങനെ കുറച്ച് ഫോർമാലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി ചിലരുടെ ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അവർക്കത് ഓക്കെ ആയിരിക്കാം. പക്ഷേ എനിക്കെന്തോ എല്ലാം കൂടി ഇങ്ങനെ വാരി വലിച്ച് എഴുതി വെക്കുമ്പോൾ എനിക്ക് വായിക്കാനും ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല, ബുക്ക് തുറക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. നമ്മൾ ആ ടോപ്പിക് വൈസ് കുറച്ച് വലിയ ഹാൻഡ് റൈറ്റിലൊക്കെ നമ്മളത് പ്രത്യേകം എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷിനൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് ബോക്സിൽ വലുതാക്കിയൊക്കെ എഴുതി നമ്മൾ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നോക്കി വായിച്ച് ബാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആ ഫോർമാലിറ്റി വെച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതിയാകുമല്ലോ. അപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് കുറച്ച് വലുതാക്കിയൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് വായിക്കാനും അതെടുത്ത് നോക്കാനും ഒക്കെ കൂടുതലൊരു ഇൻട്രസ്റ്റ് തോന്നും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടല്ലോ, ഇംഗ്ലീഷിനോട് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടണമെങ്കിൽ, അടുപ്പം തോന്നണമെങ്കിൽ നമ്മളത് കൂടുതൽ ചെയ്ത് നോക്കണം. എന്നാലേ നമുക്ക് ആ ടോപ്പിക്കിനോടൊരു താല്പര്യം തോന്നത്തുള്ളൂ. ആദ്യമൊക്കെ ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ എനിക്കും ഇംഗ്ലീഷിനോടൊരു എന്താ പഠിക്കണ്ട, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പാടാണ്, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് കൂടുതൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ആൻസർ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ആ ഒരു വേയിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് കൂടുതൽ അടുപ്പം തോന്നും. അങ്ങനെയാണ് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടോപ്പിക്കിനെ നമ്മുടെ വശത്തോട്ടാക്കി എടുക്കേണ്ടത്. സ്കൂളിൽ പഠിക്കുന്ന ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് കൂടുതൽ നോക്കാമായിരുന്നു. പക്ഷേ PSCക്ക് അത് പറ്റത്തില്ല. എല്ലാ വിഷയവും നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനും അതുകൊണ്ട് ഇംഗ്ലീഷും എനിക്ക് കുറച്ച് പാടായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ മാക്സിമം ഇംഗ്ലീഷ് വർക്കൗട്ട് ചെയ്ത് നോക്കും. കൂടുതൽ ഇംഗ്ലീഷ് ഞാൻ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ എനിക്കൊരു താല്പര്യം തോന്നുന്നത്, എനിക്ക് വീണ്ടും വായിക്കാൻ തോന്നുന്ന വിധത്തിൽ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാറുള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെ അത് വായിക്കാൻ തോന്നും, അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് എൻ്റെ ഒരു രീതിക്ക് ആക്കി എടുക്കുന്നത്. ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് ആക്കി എടുത്തിട്ടില്ല. പതിയെ നമ്മുടെ ആ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ ഇംഗ്ലീഷിനെ എനിക്ക് പാടുള്ള ടോപ്പിക്കാണ്, അപ്പോൾ പാടുള്ള ടോപ്പിക്കായ ഇംഗ്ലീഷിനെ ഞാൻ എൻ്റെ രീതിക്ക് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഗ്രാമർ പോർഷൻ വരുമ്പോൾ നമ്മൾ V1, V2, V3 ഫോമൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് പ്രിൻ്റായിട്ടും എടുക്കാൻ പറ്റും. V1, V2, V3 ഫോമൊക്കെ എല്ലാത്തിൻ്റെയും അങ്ങനെ കിട്ടുമല്ലോ. നമ്മളത് അങ്ങനെ PDF ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ ആ V1, V2, V3 ഫോമൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് V1, V2, V3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നങ്ങ് നമ്മൾ മറന്നു പോകത്തില്ല. അത് നമ്മുടെ മെമ്മറിയിൽ സേവായി കിടക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സൺഡേ കടന്നു പോകുന്നത്. പഠിത്തവും റിവിഷനൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു സൺഡേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.